ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാമദേവൻ ശ്രീകൃഷ്ണപുത്രനായി ജനിച്ച കഥ കേട്ടാലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണി ദേവിയുടെയും വിവാഹ വാർത്ത അറിഞ്ഞ ദ്വാരകാവാസികളുടെ ആഹ്ലാദം വർണ്ണനാതീതമായിരുന്നു. ദ്വാരകയിൽ രാജവീതിയിലുടനീളം മാവിലത്തോരണങ്ങൾ, സുഗന്ധപുഷ്പങ്ങൾ, മംഗളചിഹ്നങ്ങളുള്ള കൊടിത്തോരണങ്ങൾ എന്നിവ കൊണ്ട് മാലകൾ കെട്ടി അവർ ദേവിയുടെ വരവ് ഉത്സവമാക്കി മാറ്റി. എല്ലാ ഗൃഹാങ്കണങ്ങളിലും വർണ്ണപ്പൊടികൾ കൊണ്ട് കോലം വരച്ച് വർണ്ണാഭമാക്കി. വീടുകളിലേക്കുള്ള കവാടങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള പഴുത്ത കുലകളോടുകൂടിയ വാഴകളും പൂർണ്ണ കുംഭങ്ങളും നിരത്തി ഐശ്വര്യ സൂചകമാക്കി മാറ്റി. മംഗളസ്വരങ്ങളും ധൂപസുഗന്ധവും എങ്ങും നിറഞ്ഞൊഴുകി. വസന്താഗമനത്തിൽ എന്നതുപോലെ നഗരം പൂക്കൾ കൊണ്ട് നിറഞ്ഞു. ദ്വാരകയിലെ എല്ലാ ജനങ്ങളും വിശിഷ്ട വസ്ത്രങ്ങൾ അണിഞ്ഞു. വിശിഷ്ട ഭക്ഷണങ്ങളുടെ സുഗന്ധം ഓരോ വീട്ടിൽ നിന്നും ഉയർന്നു പൊങ്ങി കാറ്റിൽ പരന്നു. വിവാഹ വാർത്തയറിഞ്ഞ് വിധിപ്രകാരം നടത്തുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനായി കുരുക്കൾ, കൗന്ദേയർ, കേകയന്മാർ, വിദർഭന്മാർ എന്നിങ്ങനെ ഒട്ടേറെ രാജാക്കന്മാർ എത്തിച്ചേർന്നു. വിവാഹ സമ്മാനങ്ങൾ കൊണ്ട് ദ്വാരക കുബേര രാജധാനി പോലെ വിളങ്ങി. സമ്മാനമായി കിട്ടിയ ഗജേന്ദ്രന്മാരുടെ മദജലം വീണ് നിരത്തുകൾ നനഞ്ഞു കിടന്നു. അങ്ങനെ സാക്ഷാൽ മഹാലക്ഷ്മിയായ രുക്മിണി ദേവി ശ്രീഹരി വിഷ്ണു സ്വരൂപനായ ശ്രീകൃഷ്ണനെ മംഗല്യഹാരം ചാർത്തുന്ന ആ ദിവ്യമുഹൂർത്തത്തിന് ദ്വാരക സാക്ഷിയായി. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ രുക്മിണി ദേവിക്കും ശ്രീകൃഷ്ണ ഭഗവാനും ഒരു പുത്രനുണ്ടായി. ആ പുത്രൻ്റെ പേരാണ് പ്രദ്യുമ്നൻ. ഈ കാമദേവനാണ് ശ്രീകൃഷ്ണപുത്രനായി ജനിച്ച പ്രദ്യുമ്നൻ. കാമദേവൻ ശ്രീകൃഷ്ണപുത്രനായി ജനിച്ചതിന് പിന്നിൽ ശിവഭഗവാൻ കാമദേവൻ്റെ ഭാര്യയായ രതീദേവിക്ക് നൽകിയ അനുഗ്രഹ കഥയുണ്ട്. ദക്ഷപുത്രിയായ സതീദേവി ശ്രീ പരമേശ്വരനെ വിവാഹം കഴിച്ചതിനു ശേഷം ദക്ഷൻ ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. യജ്ഞത്തിന് ദക്ഷ പ്രജാപതി ശ്രീ പരമേശ്വരനെ ക്ഷണിച്ചില്ല. ക്ഷണം ലഭിക്കാതിരുന്നിട്ടും തൻ്റെ ഭർത്താവായ മഹേശ്വരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും യാഗവേദിയിൽ തൻ്റെ ബന്ധുജനങ്ങളെ കാണാനെത്തിയ സതീദേവി അപമാനിതയായി തീർന്നു. സദസ്സിലുണ്ടായ അപമാനവും തൻ്റെ ഭർത്താവിനെ പിതാവ് പരിഹസിച്ചതിലും ഉണ്ടായ ദുഃഖം മൂലം യാഗാഗ്നിയിൽ വെന്തു ഭസ്മമായ ഇതേ സതി ഹിമവാന്റെ പുത്രിയായി ഗൗരി എന്ന പേരിൽ ജനിച്ചു. ശ്രീ പരമേശ്വരൻ്റെ പത്നിയാകാനായി തീവ്രമായി ആഗ്രഹിച്ച ഗൗരി കഠിന തപസ്സിൽ ഏർപ്പെട്ടു. എന്നാൽ സതീദേവിയെ നഷ്ടമായതോടെ തപസ്സിൽ മുഴുകിയ ശ്രീ പരമേശ്വരൻ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അതേസമയം സ്വർഗലോകത്തിൽ ദേവന്മാർക്ക് വലിയൊരു വെല്ലുവിളി നേരിടുന്ന കാലമായിരുന്നു അത്. ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ, താരകാസുരൻ, സിംഹവത്രൻ എന്നീ അസുരന്മാർ അതീവ ശക്തരായിരുന്നു. ശിവപുത്രനെ മാത്രമേ തങ്ങളെ വധിക്കാനാകൂ എന്ന് വരം നേടിയ അസുരന്മാർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു. സ്വർഗലോകത്തെ ഈ അസുരന്മാരിൽ നിന്നും സംരക്ഷിക്കാനായി ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും സംയോഗത്തിലൂടെ ജനിക്കുന്ന കുമാരനെ കാത്തു കഴിയുകയായിരുന്നു ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ. അതുകൊണ്ട് തന്നെ ശ്രീ പാർവതിയുടെയും ശ്രീ പരമേശ്വരൻ്റെയും സംയോഗം എത്രയും വേഗമാകണമെന്ന് ദേവേന്ദ്രൻ ആഗ്രഹിച്ചു. ശ്രീ പരമേശ്വരൻ്റെ തപസ് മുടക്കി മനസ്സ് ചഞ്ചലമാക്കുന്ന തരത്തിൽ കാമമോഹിതമാക്കണമെന്ന് ദേവേന്ദ്രൻ കാമദേവനോട് ചട്ടം കെട്ടി. ദേവേന്ദ്രൻ്റെ ആജ്ഞയനുസരിച്ച് കാമദേവൻ തൻ്റെ എല്ലാ ആയുധങ്ങളുമായി പുറപ്പെട്ടു. മനസ്സിൽ പ്രണയം വളർത്തുന്ന വസന്തകാലത്തെ ഒപ്പം കൂട്ടിയായിരുന്നു യാത്ര. അശോകപ്പൂവ്, മാമ്പൂവ്, നീലത്താമരപ്പൂവ്, താമരപ്പൂവ്, മുല്ലപ്പൂവ് മുതലായ 5 അമ്പുകളും കരിമ്പുകൊണ്ടുള്ള വില്ലും വണ്ടുകളാൽ തീർത്ത ഞാണും കയ്യിലെടുത്തിരുന്നു. ആരെയും മദന പരവശനാക്കുന്ന മദനിക എന്ന ഇളങ്കാറ്റും ഒപ്പം ചേർന്നു. ഇളം പൂക്കളുടെ മദഗന്ധം പടർത്തുന്ന കാറ്റായിരുന്നു മദനിക. ഇങ്ങനെ സർവ്വസൈന്യത്തോടും കൂടി കാമദേവൻ ഭൂമിയിലെത്തിയപ്പോൾ ഭൂമിയിൽ മഞ്ഞുകാലമായിരുന്നു. മഞ്ഞിൽ കരിഞ്ഞുപോയ പുല്ലുകളല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ വസന്തം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂമിയിലാകെ പുഷ്പങ്ങൾ വിടർത്തി. പിന്നാലെ എത്തിയ മദനിക എങ്ങും നറുമണം പടർത്തി. ശ്രീ പാർവതി തൻ്റെ
നിത്യപൂജയുടെ ഭാഗമായി കൈക്കുമ്പിളിൽ പൂക്കളുമായി മഹാദേവനെ പരിചരിക്കാനായി മുന്നിൽ ചെന്ന മുഹൂർത്തത്തിൽ തൻ്റെ 5 അമ്പുകളും കാമദേവൻ ഭഗവാനെ ലക്ഷ്യമാക്കി എയ്തു. ഈ ശരങ്ങൾ തൻ്റെ ദേഹത്ത് തട്ടി ശ്രീ പരമേശ്വരൻ കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ മനോഹരിയായ ശ്രീ പാർവതി തെളിഞ്ഞു. പാർവതിയുടെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു നിമിഷം കാമമോഹിതനായി തീർന്ന അദ്ദേഹം എന്താണ് ഇതിന് കാരണമെന്ന് ചിന്തിച്ചു തുടങ്ങി. തപസ് മുടങ്ങിയതിൽ ശിവഭഗവാൻ വല്ലാതെ കോപിഷ്ഠനാവുകയും ചെയ്തു. എന്താണ് തപോഭംഗത്തിന് കാരണമെന്ന് തിരഞ്ഞ മഹേശ്വരൻ്റെ കണ്ണിൽ കരിമ്പിൻ വില്ലുകളുമായി ഒളിച്ചു നിൽക്കുന്ന കാമദേവനെ കാണാനിടയായി. വർദ്ധിച്ച കോപത്തോടെയുള്ള ആ ദൃഷ്ടിയേറ്റ് കാമദേവൻ തൽക്ഷണം ഭസ്മമായി തീരുകയും ചെയ്തു. ഭയന്നുപോയ മദനികയും വസന്തവും ഭൂമിയിൽ നിന്ന് എവിടെയോ അപ്രത്യക്ഷരായി. വിവരമറിഞ്ഞ് കാമദേവന്റെ പത്നിയായ രതിദേവി ഹൃദയം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മഹേശ്വരൻ്റെ മുന്നിലെത്തി. തൻ്റെ ഭർത്താവിൻ്റെ ഉടൽ തിരിച്ചു തരണമെന്ന് കേണപേക്ഷിച്ചു. ഒടുവിൽ ദ്വാപരയുഗത്തിൽ കാമദേവൻ ശ്രീകൃഷ്ണപുത്രനായി ഭൂമിയിൽ പിറവി കൊള്ളുമെന്നും അന്ന് രതിദേവി ഭൂമിയിൽ പിറന്ന് കാമദേവൻ്റെ പത്നിയായി തീരുമെന്നും ശാപമോക്ഷം ശിവഭഗവാൻ കൊടുത്തു. അങ്ങനെയാണ് കാമദേവൻ ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നനായി ജനിച്ചത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.